മഴയാണ്, ബാംഗ്ലൂർ മഴയാണ് ഇപ്പം. നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്. ചായ കുടിക്കാൻ ഷോപ്പൊക്കെ കിട്ടുന്നില്ല. ഇവിടെ എത്തി ഞങ്ങൾ ബാംഗ്ലൂർ. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ സിറ്റിയിലോട്ട്. മഴയായതുകൊണ്ട് ഭയങ്കര വണ്ടി മഴ ഒരു മൂടിക്കിടക്കുക ബാംഗ്ലൂർ ഫുൾ. ഞായറാഴ്ച ആണല്ലോ, സൺഡേ ആണല്ലോ. ബാംഗ്ലൂർ മഴയാണെങ്കിൽ ഒരു എൻജോയ്മെന്റ് കാണത്തില്ല. രാവിലെ 8 മണിയാകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ, ബാംഗ്ലൂർ വന്ന് വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളൂ. കോഫി കുടിക്കണം. അതിൻ്റെ കോഫി കുടിച്ചിട്ട് രണ്ടുപേരും നൈറ്റ് ഓടിച്ചുകൊണ്ട് വണ്ടി കിടന്ന് ഉറങ്ങുക. അപ്പോൾ നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ ശനിയാഴ്ച വന്നിട്ട് പോയുണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് വന്നു, നമ്മുടെ ചെറുക്കനുമായിട്ട് വന്നിരിക്കുക. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോർച്യൂണർ എന്നാണ് വന്നത്. അപ്പോൾ നമ്മുടെ കീ ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് ബാംഗ്ലൂരിൽ ഒരു കോഫി കുടിച്ച് റൂമൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകാനുള്ള ഇതിലാണ്. പിള്ളേരൊന്നും ഭയങ്കര ഉറപ്പാണ്. സനീഷ് മോൻ ഇറങ്ങി, ബിപിൻ ബ്രോ ഇറങ്ങി. ബാംഗ്ലൂർ വന്നിട്ട് പിള്ളേർക്ക് മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. എന്നാ പറ്റി? കാപ്പി കുടിക്കണ്ടേ? രാവിലെ കോഫി കുടിക്കാൻ വേണ്ടിയാണ്. 2 ഷോപ്പുണ്ട് കോഫി. ബ്രിഗേഡ് ടീ സെൻ്ററും പച്ചു ടീ സെൻ്ററും. ഇതിനോടൊപ്പം നോക്കി നിൽക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഭയങ്കര മഴയാണ്. അപ്പം മഴയത്ത് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് വെച്ച് ഉറങ്ങി കഴിഞ്ഞിട്ടൊന്നും ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ ഇപ്പം മഴ കൊണ്ട് നടക്കാൻ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം നല്ല മഴ കൂടിയുണ്ട്. പുറത്തോട്ട് ഇനി പോക്ക് ഭയങ്കര ഇതായിരിക്കും. സൈഡ് പറ്റി ഞങ്ങളെന്തായാലും ഇറങ്ങുക. അപ്പോൾ വെളിയിലോട്ട് പോകാൻ പറ്റും. ഇവർ ഇത്ര നേരമായിട്ടും വന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം വെജ് റെസ്റ്റോറൻറ്റ് കയറാൻ നോക്കിയിരിക്കുക. രാവിലെ മുതൽ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ പോലും മഴ. കേരളത്തിലും നല്ല ഹെവി മഴയാണെന്ന് അറിഞ്ഞത്. ഉണ്ട്. കൃഷ്ണഗിരിക്ക് 29 കിലോമീറ്റർ. അവിടെ വീരപ്പെട്ട സ്ഥലമാണ് കൃഷ്ണഗിരി. അപ്പം ഞങ്ങള് മഴയത്ത് മഴയത്ത് തന്നെ ഇത്ര സ്മെല്ല്, ഭയങ്കര മണമാണ്, ഭയങ്കര സ്മെല്ല് എടുക്കുന്നത്. മഴയാണ്, ഭയങ്കര മഴ. അടയാർ ആനന്ദ് ഭവനിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകും. അവിടെ വണ്ടി വന്നേ ഉള്ളൂ. ഇവിടെ വലിയ ഗ്രൗണ്ടാണ്. വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടിങ് ആക്കിയിട്ട് വണ്ടിയിട്ട് പോയത്. വണ്ടി ഓക്കെയാണ്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മണമുണ്ട്, ഭയങ്കര മണമുണ്ട്. വണ്ടി ഇതൊക്കെ ആക്കിയിട്ട് സ്റ്റാർ ബിരിയാണി ഉണ്ട് ഇവിടെ. അടയാർ ആനന്ദ് ഭവൻ സ്റ്റാർ ബിരിയാണി ഉണ്ട് ഇവിടെ. നല്ല മസാല ദോശ ഉണ്ട് ഇവിടെ. ഒത്തിരി ഷോപ്പൊക്കെ ഉണ്ട്. സ്റ്റാർ ലെതേഴ്സ്, കോട്ടൺ സ്ട്രീറ്റ്, ടീഷർട്ട് ഫാക്ടറി, ഔട്ട്ലെറ്റ്. നമ്മുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ നമ്മൾ വന്ന്. മസാല ദോശയും ഉഴുന്ന് വടയും ബാംഗ്ലൂർ സനീഷിന് ബാംഗ്ലൂർ കിട്ടുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആണ്. സങ്കടമാണ്, എല്ലാവരും സങ്കടമാണ്. ബാംഗ്ലൂർ മിസ്സിങ് ഭയങ്കര വിഷമമായിട്ടിരിക്കുക സനീഷ് മോൻ. ജിപ്സി പോയാൽ മതിയായിരുന്നു. അടിപൊളി മസാല ദോശയാണ്. നമ്മൾ അടയാർ
ബോൺ എന്ന് പറഞ്ഞാൽ അടയാർ ബോൺ ബാംഗ്ലൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഡിസ്റ്റൻസ്. നമ്മൾ സാറിന് ഇവിടെ വരുമ്പോൾ ഇവിടെ കയറാനുള്ള ഇവിടെ ഭയങ്കര തിരക്കുള്ള ഇരിഞ്ഞാണ്. പക്ഷേ ആള് കുറവായിരിക്കും. ഫുൾ ആള് തിരക്കില്ല. ടേസ്റ്റിയാണ് ഫുഡ്. പിന്നെ ഭക്ഷണമെല്ലാം നിങ്ങളുള്ളത് മസാല ദോശ എന്ന് പറഞ്ഞാൽ അടിപൊളി മസാല ദോശ. ഒരു കോഫിയും ഒരു വടയൊക്കെയാണ്. മഴയാണോ ഇവിടെ? തിരക്കില്ല. ഞങ്ങൾ അടയാർ ആനന്ദ് ഭവനിൽ കയറി 1460 രൂപയായി. ഭയങ്കര ചാർജ് മാത്രമല്ല, ഞങ്ങളതുപോലെ കഴിച്ചു. രണ്ടെണ്ണം വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശ, ഒരു മസാല ദോശയും നെയ് റോസ്റ്റും ഡബിളായിട്ട് കഴിച്ചു. കോഫിയും കുടിച്ചപ്പോൾ അത്ര റേറ്റായി. ഒസൂർ വണ്ടി വിട്ട് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സേലം എത്തണമെങ്കിൽ 100 കിലോമീറ്റർ. ആരാണ് എന്നോട് പറ. കൃഷ്ണഗിരി, വീരപ്പന്റെ സ്ഥലമായ കൃഷ്ണഗിരിയിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കൃഷ്ണഗിരിയിലെത്തി. വീരപ്പൻ